ഹലോ 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 SSLC ഫിസിക്സിൽ നാലാമത്തെ പാഠം നാലാമത്തെ പാഠത്തിൻ്റെ പേര് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. മാഗ്നറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തിൽ നമ്മൾ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ DC മോട്ടോറിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയമുള്ളതും കൺസെപ്ച്വലി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടൊരു ഭാഗമാണ് DC മോട്ടോർ. ഈ വീഡിയോയിൽ ഞാൻ DC മോട്ടോറിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഓരോ ഭാഗത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി എന്താണ്, ഡ്യൂട്ടി എന്താണ്, ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇലക്ട്രിക് മോട്ടോർ എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് നമുക്കറിയണം. ബേസിക്കലി ഒരു മോട്ടോർ എന്താണെന്നുള്ള ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവും, ചെറിയ ഐഡിയ നമുക്ക് ഉണ്ടാവും. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മോട്ടോർ അത് AC മോട്ടോറാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന AC മോട്ടോറാണ്. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, നമുക്ക് റൊട്ടേറ്റിംഗ് ആണ് അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത്, റൊട്ടേഷണൽ എഫക്റ്റാണ് കിട്ടുന്നത് അല്ലേ. ഫാൻ നോക്കി നോക്ക്, നമ്മുടെ വീട്ടിലുള്ള ഫാനിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്, നമുക്ക് റൊട്ടേറ്റിംഗ് എഫക്റ്റാണ് കിട്ടുന്നത്. അതുപോലെ മിക്സി നോക്കി നോക്ക്, മിക്സിയിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്. സോ മിക്സി കിടന്ന് കറങ്ങുന്നുണ്ട്, മിക്സീൻ്റെ ബ്ലേഡ് കിടന്ന് കറങ്ങുന്നുണ്ട്. സോ മെക്കാനിക്കൽ എഫക്റ്റ് ആണ്. എവിടെയെങ്കിലും റൊട്ടേറ്റിംഗ് ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു മെഷീന് റൊട്ടേറ്റിംഗ് ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇലക്ട്രിസിറ്റിയുടെ മെക്കാനിക്കൽ എഫക്റ്റ് ആണ് കാണിക്കുന്നത്. ഏത് എഫക്റ്റാണ്? മെക്കാനിക്കൽ എഫക്റ്റ്. ഇലക്ട്രിസിറ്റിക്ക് പല എഫക്റ്റുകളുണ്ട്. നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, നമുക്ക് കിട്ടുന്നത് മാഗ്നറ്റിസം ആണെങ്കിൽ അത് മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. ഹീറ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഹീറ്റ് എഫക്റ്റ് ആണ്, ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. അതുപോലെ റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ മൂവിങ് എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ എഫക്റ്റ്. സോ ബേസിക്കലി ഒരു മോട്ടോറിൻ്റെ അകത്ത് നമ്മൾ ഇലക്ട്രിസിറ്റിയാണ് കൊടുക്കുന്നത്, നമുക്ക് കിട്ടുന്നത് റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണെന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഞാൻ മോട്ടോറിൻ്റെ അടിസ്ഥാന തത്വമായിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള മോട്ടോർ പ്രിൻസിപ്പിളിലേക്ക് പോവാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ എന്തുകൊണ്ടാണ് മോട്ടോർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റിൽ ചെറിയൊരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്, എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. ഞാൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു യു മാഗ്നറ്റ് എടുക്കുക. പല ടൈപ്പ് മാഗ്നറ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. ബാർ ഷേപ്പ് മാഗ്നറ്റ് ഉണ്ട്, സിലിണ്ടറിക്കൽ മാഗ്നറ്റ് ഉണ്ട്, റിംഗ് മാഗ്നറ്റ് ഉണ്ട്. അതിലൊരു ടൈപ്പ് മാഗ്നറ്റാണ് യു മാഗ്നറ്റ്. യു മാഗ്നറ്റിന് നോർത്തും സൗത്തും ഉണ്ടാവും. ഒരു സൈഡ് നോർത്താണ്, മറ്റേ സൈഡ് സൗത്താണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഞാനിനി പറയണ്ടല്ലോ, നമ്മൾ മുന്നേ പഠിച്ചു വെച്ചാണ്. മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും. സോ അത് മനസ്സിലാടെ വെക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക നോർത്തും സൗത്തിലേക്കായിരിക്കും. ഇനി ചെയ്യുന്നത് നോക്കണേ, ഞാൻ ഇതിലേക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു കണ്ടക്ടർ കണക്ട് ചെയ്തു. എന്താ കണ്ടക്ടർ? അതായത് ഇലക്ട്രിസിറ്റി കടത്തി വിടുന്ന ആളെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയാം. സോ ഒന്നുമില്ല, ഒരു കോപ്പറിൻ്റെ വയർ എടുത്തിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്, AB എന്ന് പേര് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തു. ദെൻ ഒരു ബാറ്ററിയും വെച്ചു. ബാറ്ററീൻ്റെ പോസിറ്റീവ്, ബാറ്ററി നെഗറ്റീവ്. ഇത്രയും കാര്യങ്ങളാണ് ചിത്രത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഈ AB എന്ന് പറയുന്ന ഭാഗം സ്ക്രീനിൻ്റെ പുറത്തേക്കാണ്. 3Dയിൽ ആലോചിക്കും. ഒരു 3 ഡയമെൻഷനിൽ നിങ്ങൾ ആലോചിച്ചാലേ കാര്യം മനസ്സിലാവുള്ളൂ. നമ്മളെ സ്ക്രീനിലാണ് മാഗ്നറ്റ് ഉള്ളത്, നോർത്ത് സൗത്തും സ്ക്രീനിൽ തന്നെയാണുള്ളത്. ആ സ്ക്രീനിൻ്റെ പുറത്തേക്കാണ് AB എന്നുള്ള ഭാഗം നിൽക്കുന്നത്. ഒരു ഊഞ്ഞാല് പോലെ ആലോചിക്കും. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് ആണ്. ഇനി കറണ്ട് എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ബേസിക്കലി നമുക്കറിയാം, കറണ്ട് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. സോ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് എന്ന് പറയുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്ത് ഒരു ഡയറക്ഷൻ പറയാൻ എങ്ങനെയാണ് പറയാം ഞാൻ? A നിന്ന് Bയിലേക്ക്. അതായത് A നിന്ന് Bയിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക്, സ്ക്രീനിൻ്റെ പുറത്തേക്ക് A നിന്ന് Bയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും അല്ലേ. ഇനി നമ്മൾ മുന്നേ പഠിച്ചതാണ്, ഒരു വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങിയാൽ ആ വയറിന് ചുറ്റും എന്തുണ്ടാവും? ഇതാണ് പാഠത്തിൻ്റെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ. കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങിയാൽ ആ കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകൾ അടുത്ത് വരുന്നേരം ഇത് പരസ്പരം ഫോഴ്സുകൾ എക്സേർട്ട് ചെയ്യാൻ പറ്റും. രണ്ട് കാന്തങ്ങൾ അടുത്ത് വന്നാൽ തന്നെ നമുക്കറിയാം, നോർത്തും അടുത്ത് വന്നു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യില്ലേ, നോർത്തും സൗത്തും അടുത്ത് വന്നു കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യില്ലേ. യെസ്, അപ്പോൾ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് അടുത്ത് വരുമ്പോൾ അത് അട്രാക്ട് ചെയ്യാം, റിപ്പൽ ചെയ്യാം, ബേസിക്കലി ഫോഴ്സുകൾ എക്സേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വയറിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യപ്പെടും. അതെങ്ങോട്ടാണ് ഫോഴ്സ് ഉണ്ടാവുക, ഏതാണ് ഡയറക്ഷൻ എന്നൊക്കെ നമുക്ക് എക്സ്പെരിമെൻറ്റിലൂടെ നോക്കാം.
ഞാൻ ഇങ്ങനെ വയർ കണക്ട് ചെയ്തു, നോർത്തും സൗത്തും വെച്ചു, കറണ്ട് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഏത് ബിയിലേക്ക് ഫ്ലോ ചെയ്യാണെന്ന് വെച്ചോ. ഈ സിറ്റുവേഷനിൽ ഇവിടെ ഫോഴ്സ് ഉണ്ടാവുന്നത് ഈ മാഗ്നറ്റിൻ്റെ ഉള്ളിലേക്കാണ്, മാഗ്നറ്റിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നമുക്ക് എല്ലാ ഡയറക്ഷൻസും ഒന്ന് മാർക്ക് ചെയ്ത് നോക്കിയാലോ. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? മുന്നേ പഠിച്ചാണ് നോർത്ത് ടു സൗത്ത്. ഇനി കറണ്ട് പോകുന്നത് എ എന്ന് ബിയിലേക്ക്, നേരത്തെ വരച്ച പോലെയല്ലേ, നേരെ ഓപ്പോസിറ്റ് ആണ്. സ്ക്രീനിൻ്റെ ഉള്ളിലേക്കാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, എ എന്ന് ബിയിലേക്ക്. സോ എ എന്ന് ബിയിലേക്ക് സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഓക്കെ, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് മാഗ്നറ്റിൻ്റെ ഉള്ളിലേക്ക്, ഇങ്ങോട്ടേക്ക്. സോ ഈ 3 ഭാഗങ്ങളും ഞാൻ മാർക്ക് ചെയ്യാണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, ഇത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ഇയാൾ കറണ്ട്. ഇത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ? ആലോചിച്ച് നോക്ക്, പരസ്പരം ലംബല്ലേ? നമ്മളൊരു ക്യൂബ് വരച്ചാൽ ആ ക്യൂബിൻ്റെ ഒരു കോർണർ പോലെ അല്ലേ, അതുപോലെ ഒരു ക്യൂബിൻ്റെ കോർണർ പോലെയാണ് ഉണ്ടാവുക. ഇതെല്ലാം പരസ്പര ലംബമാണ്. നിങ്ങളുടെ റൂം ഒന്ന് ആലോചിച്ചാൽ മതി, നിങ്ങളുടെ വീട്ടിലുള്ള റൂമിൻ്റെ ഒരു കോർണർ ആലോചിച്ച് നോക്ക്. ഈ 3 വരയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ വര ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഈ വര ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഈ വര ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ നമ്മുടെ റൂമിൻ്റെ ഒരു കോർണർ പോലെ ഈ 3 ഡയറക്ഷൻസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ളൊരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയുകയാണെ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിൽ നമ്മൾ കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഈ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. എന്താ വിളിക്കുക? മോട്ടോർ പ്രിൻസിപ്പിൾ. അപ്പം മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പഠിച്ചു വെക്കേണ്ട ഇതാണ്, എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ. എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ. എ കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി, അതായത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം, നമ്മൾ എവിടെ പിടിച്ചു വെക്കരുത്, അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. ആൻഡ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, അതൊരു മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കണം വെച്ചിരിക്കുന്നത്. എക്സ്പീരിയൻസ് എ ഫോഴ്സ് വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ് മൂവ്സ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന് മുകളിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഫോഴ്സ് കിട്ടിയാൽ എന്താ സംഭവിക്കുക? അത് മൂവ് ചെയ്യും. ഇത്രയേ ഉള്ളൂ മോട്ടോർ പ്രിൻസിപ്പിൾ. പുതിയ ടെക്സ്റ്റിലുള്ള രീതിയിലാണെങ്കിൽ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വിച്ച് ഈസ് ഫ്രീ ടു മൂവ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സിബിറ്റ് എ ടെൻഡൻസി ടു ഡിഫ്ലക്ട് എന്നൊക്കെയാണ് ഉള്ളത്. അതായത് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നീങ്ങുക എന്നാണ് അർത്ഥം, വിഭ്രംശിക്കുക എന്നാണ് മലയാളത്തിൽ പറയാം. ഓക്കെ, സോ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. ക്ലിയർ അല്ലേ? ഈ കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ഞാൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റി. അതെങ്ങനെയാണ് സാർ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റുക? ബാറ്ററി തിരിച്ചു വെച്ചാൽ മതി. നേരത്തെ വെച്ച സിറ്റുവേഷൻ അല്ല, ഇങ്ങനെയല്ല. ഞാൻ ബാറ്ററി നേരെ തിരിച്ചു വെച്ചു. ബാറ്ററി നേരെ തിരിച്ചു വെച്ചാൽ കറണ്ട് മാറി. നേരത്തെ എ എന്ന് ബിയിലേക്കായിരുന്നു കറണ്ട്, നമ്മൾ ചിത്രത്തിൽ മാർക്ക് ചെയ്തത് എ എന്ന് ബിയിലേക്കായിരുന്നു കറണ്ട്. ഇപ്പോൾ കറണ്ട് എങ്ങോട്ടായി നോക്ക്, പോസിറ്റീവും തുടങ്ങി ഇങ്ങോട്ട് വന്ന് ബിന്ന് എയിലേക്കാവും, ബി ടു എ ആവും. അതായത് നിങ്ങളുടെ അടുത്തേക്ക്. നേരത്തെ സ്ക്രീനിൻ്റെ ഉള്ളിലേക്കായിരുന്നു, ഇപ്പം നിങ്ങളുടെ അടുത്തേക്കാണ് കറണ്ട് വരുന്നത്. സോ കറണ്ട് ബിന്ന് എയിലേക്കായി. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാറ്റം ഉണ്ടോ? ഇല്ല, മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് തന്നെയാണ് സാർ. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത്. കറണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. സോ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് നേരത്തെ കാന്തത്തിൻ്റെ ഉള്ളിലേക്കായിരുന്നു, ഇപ്പം അങ്ങോട്ടല്ല, കാന്തത്തിൻ്റെ പുറത്തേക്കാണ്. ഇപ്പോഴും 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷൻ ഓഫ് മോഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്ക്. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഞാൻ മാറ്റിയപ്പോൾ നേരത്തെ ഉള്ളോട്ട് പോയ ആൾ പുറത്തോട്ട് വന്നു. സോ ഡയറക്ഷൻ ഓഫ് മോഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾ ഡയറക്ഷൻ ഓഫ് കറണ്ടാണ്. കറണ്ട് ഉള്ളത് കൊണ്ടല്ലേ ഇത് മാഗ്നറ്റായിട്ട് മാറുന്നത്. സോ ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ കറണ്ട് തന്നെയായിരിക്കും, ഡയറക്ഷൻ ഓഫ് കറണ്ട്. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് മോഷൻ മാറ്റാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്. നമ്മൾ യു മാഗ്നറ്റ് ഇങ്ങനെ നോർത്തും സൗത്തും ഇങ്ങനെ വെച്ചതിന് പകരം തിരിച്ചു വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ 2 കാര്യം ഓർത്ത് വെക്കുക. കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റിയാലോ മാഗ്നറ്റിൻ്റെ ഡയറക്ഷൻസ് മാറ്റിയാലോ നമുക്കുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, മൂവ്മെൻറ്റ് നേരെ ഓപ്പോസിറ്റ് ആവും. പഠിച്ചു വെച്ചോ. ഇനി ഇതെങ്ങോട്ട് മൂവ് ചെയ്യുന്നു? എനിക്ക് ഒരാൾ എന്നോട് പറയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ മേലോട്ടാണ്,
കറണ്ടിൻ്റെ ഡയറക്ഷൻ റൈറ്റിലോട്ടാണ്. അങ്ങനെയെങ്കിൽ എങ്ങോട്ടാ മൂവ് ചെയ്യുക എന്ന് ഗസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു ലോ ഉണ്ട്. ഫ്ലെമിങ്സ് ഉണ്ടാക്കിയ ലോ ആണ്. ആ ലോനെ പറയുന്ന പേരാണ്, ഫിസിക്സിൽ എല്ലാ ലോസും നമ്മൾ കൈ വെച്ചാണ് പഠിച്ചു വെക്കുക. നമുക്ക് വേറെ ഒരു മെമ്മറി ട്രിക്കും വേണ്ട, നമ്മുടെ കൈ വെച്ച് തന്നെയാണ് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. എല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് നമുക്കറിയാം. ഇത് നമ്മുടെ കയ്യിൽ നമ്മൾ കൊണ്ടുവരണം. ഇത്രയേ ഉള്ളൂ. ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. നമ്മൾ 5 കൈ എടുക്കുക, 5 വിരലെടുക്കുക. 5 കൈയല്ല, 5 വിരലെടുക്കുക. 5 വിരലിൽ താഴത്തെ 2 വിരൽ നമ്മൾ മടക്കി പിടിക്കുക. ബാക്കി എത്ര വിരലുണ്ട്? 1, 2, 3 വിരൽ. ഇനി ഈ 3 വിരലും പരസ്പരം ലംബമായിട്ട് പിടിക്കണം. അതെങ്ങനെയാ സാർ? ഇവിടെ ഒരു വിരൽ, ചൂണ്ട് വിരൽ ഇങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് ഈ വിരൽ നിങ്ങളുടെ അടുത്തേക്ക്, സ്ക്രീനിൻ്റെ പുറത്തേക്ക് 3D ഇമാജിൻ ചെയ്യണേ, അല്ലെ മനസ്സിലാവില്ല. ഇപ്പം ഇത് രണ്ടും തമ്മിൽ 90 ഡിഗ്രി ആയിരിക്കും. കൈ നിങ്ങൾ വെച്ച് നോക്കണം, അല്ലാണ്ട് മനസ്സിലാവില്ല. ഇനി ബാക്കി വരുന്ന ഈ തമ്പില്ലേ, തള്ളവിരൽ, അത് നേരെ അങ്ങ് പിടിക്കുക. അത് നേരെ പിടിച്ചു നോക്കും. അപ്പം ഇതും പെർപെൻഡിക്കുലറായി. ഇനി നമ്മളെ ഇങ്ങോട്ടുള്ള ഡയറക്ഷനും പെർപെൻഡിക്കുലറായി. സ്ക്രീനിൽ നിന്നും പുറത്തേക്കാണ്. ഇമാജിൻ ചെയ്യണം. ഓക്കെ. എന്നിട്ട് ഓരോന്നിനും ഞാൻ ഓരോ ലെറ്റേഴ്സ് കൊടുക്കുകയാണ്, ഓരോ ക്വാണ്ടിറ്റി കൊടുക്കുകയാണ്. തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫോഴ്സിനെയാണ്. ഫോഴ്സ്. നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ടുവിരൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെയാണ്. അങ്ങനെയെങ്കിൽ ബാക്കി വിരൽ, ഈ വിരൽ, നമ്മുടെ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്. ഇത് സ്ക്രീനിന് പുറത്തേക്കാണ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റണം, എന്നാലേ കാര്യം മനസ്സിലാവുള്ളൂ. 3D ആലോചിക്കണം. ഒന്ന് മുകളിലോട്ട്, മറ്റേത് റൈറ്റിലോട്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മിഡിൽ ഫിംഗർ സ്ക്രീനിൻ്റെ പുറത്തേക്കാണ് ഉണ്ടാവുക. മനസ്സിലായില്ലേ? ഓക്കെ. ഇത് ഓർത്ത് വെക്കാൻ ട്രിക്ക് പറഞ്ഞുതരാം. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് ആണല്ലോ. ഫോഴ്സിനെ ഫാദർ എന്ന് ഓർത്ത് വെക്കുക. ഫാദർ, അച്ഛൻ. എഫ്. മാഗ്നറ്റിക് ഫീൽഡ് മദർ എന്ന് ഓർത്ത് വെക്കുക. മദർ, എം. കറണ്ട്, സി, ചൈൽഡ് എന്ന് ഓർത്ത് വെക്കുക. സി എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം? കറണ്ട് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ 3 ഡയറക്ഷൻസ് കിട്ടിയില്ലേ? ഇനി സർ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? 2 ഡയറക്ഷൻസ് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി കണ്ടുപിടിക്കണം. ഏതിൻ്റെയൊക്കെ എന്നറിയോ? 2 ഡയറക്ഷൻ നമുക്ക് പരിചയമുള്ള. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, അത് എപ്പോഴും എങ്ങോട്ടായിരിക്കും? നോർത്തും സൗത്തിലേക്ക്. ഇത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കണ്ടുപിടിക്കണം. രണ്ടാമത്തത് കറണ്ടിൻ്റെ ഡയറക്ഷൻ, അത് എവിടെ നിന്നാണ് കിട്ടുക? അത് ബാറ്ററീൻ്റെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. ഈ 2 ഡയറക്ഷൻസും നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണം. ഈ രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് നമ്മുടെ കൈകൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഡയറക്ഷൻ, തമ്പിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടും. തമ്പ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫാദർ അഥവാ ഫോഴ്സ്. ഒന്നുകൂടി ഞാൻ പറയാം. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക, കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ കൈ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുക ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. ഇപ്പോൾ 2 ആൾക്കാർ നമ്മൾ ശരിയാക്കിയാൽ മതി, മൂന്നാമത്തെ ആൾ ഓട്ടോമാറ്റിക്കലി ശരിയായിക്കോളും. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നാണ് ഇതിന് പറയുക. റൂൾ അതുപോലെ പഠിച്ചു വെക്കണം. ഹോൾഡ് ഫോർഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഓഫ് ദ ലെഫ്റ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, പരസ്പരം ലംബമായിട്ടുള്ള ഡയറക്ഷൻ. ഇഫ് ദ ഫോർഫിംഗർ ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഫോർഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആണെങ്കിൽ, ബാക്കി ആൻഡ് മിഡിൽ ഫിംഗർ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ, ഇപ്പോൾ 2 ഡയറക്ഷൻസ് കിട്ടിയേ. അങ്ങനെയെങ്കിൽ നമ്മുടെ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ദെൻ തമ്പ് വിൽ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ. കണ്ടക്ടർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ തമ്പ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ബാക്കി 2 ഡയറക്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തമ്പ് നോക്കിയിട്ട് നമുക്ക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് മോട്ടോറിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. ഒന്ന് മോട്ടോർ പ്രിൻസിപ്പിൾ. എന്താ മോട്ടോർ പ്രിൻസിപ്പിൾ? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. സാർ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അതെങ്ങനെ മനസ്സിലാക്കുക? ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെക്കുക. 3 ഫിംഗേഴ്സ് എടുക്കുക, ലെഫ്റ്റ് ഹാൻഡിൻ്റെ 3ഉം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡും മിഡിൽ ഫിംഗർ കറണ്ടും ആണെങ്കിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡയറക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ തമ്പ് നോക്കിയാൽ മതി. ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. ഇവിടെ എങ്ങോട്ടാണ്, ഞാനിവിടെ ഒരു കാന്തം വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. ഈ കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യും, അതെങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമുക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എടുക്കണം. ഞാൻ ജസ്റ്റ് ഒരു കൈ PNG എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കോപ്പി ചെയ്ത് വെക്കാം. യെസ്.
ഇവിടെ എങ്ങനെയാണ് ഞാൻ എൻ്റെ കൈ എങ്ങനെയാണ് വെക്കേണ്ടത് നോക്ക്. മാഗ്നറ്റിക് ഫീൽഡ് നോർത്തും സൗത്തിലേക്കാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കാണിക്കുന്ന ഏത് വിരലാ? യെസ്, നമ്മുടെ ചൂണ്ട് വിരലാണ്. അപ്പോൾ ചൂണ്ട് വിരൽ നോർത്തും സൗത്തിലേക്ക് വെക്കണം അല്ലേ? യെസ്. അപ്പോൾ അത് കറക്റ്റായി. ഇനി അടുത്ത് ഞാൻ കറക്റ്റ് ആക്കേണ്ടത് കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. കറണ്ട് എങ്ങോട്ടാ? ബാറ്ററീൻ്റെ പോസിറ്റീവ് നോക്കുക. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററീൻ്റെ പോസിറ്റീവ് എന്ന് വന്നിട്ട് എന്ന് ബിയിലേക്ക് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൻ്റെ പുറത്തേക്കല്ലേ? നിങ്ങൾ 3D നോക്കുന്ന നേരം നിങ്ങളുടെ അടുത്തേക്കല്ലേ കറണ്ട് വരുന്നത്? സോ ഇങ്ങനെ വെച്ച് നോക്കുക. നോർത്ത് ടു സൗത്ത് ഞാൻ വെച്ചു. നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ മിഡിൽ ഫിംഗർ വെക്കുക. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ് ഉണ്ടാവുക? ഫോഴ്സ് മുകളിലോട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് സെറ്റ് ആക്കുക, പിന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ സെറ്റ് ആക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തമ്പ് ഓട്ടോമാറ്റിക്കലി ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിച്ചു തന്നോളൂ. ക്ലിയർ അല്ലേ? യെസ്. ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ടെക്സ്റ്റിലുണ്ട്. ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. ഇവിടെ കോംപ്ലിക്കേഷൻ വരാൻ കാരണം നമുക്ക് കറണ്ട് ഡയറക്ഷൻ വരെ തന്നിട്ടില്ല, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് തന്നിട്ടില്ല. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കണം. എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം. ഈ റെഡ് വയറാണ് പോസിറ്റീവ്, റെഡ് കണക്ഷൻ വരുന്നതാണ് പോസിറ്റീവ്. ഇപ്പോൾ ബാറ്ററിൻ്റെ പോസിറ്റീവ് ഇതാണ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മറ്റേ സൈഡ് എന്തായിരിക്കും? ഒബ്വിയസ്ലി നെഗറ്റീവ് ആയിരിക്കും. ബാറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കിട്ടി. അപ്പോൾ കറണ്ട് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക? കറണ്ട് നോക്കിയേ, ഞാൻ ഡയറക്ഷൻസ് മാർക്ക് ചെയ്ത് തരാം. പോസിറ്റീവ് എന്ന് വന്ന് സ്വിച്ച് കൂടെ കയറി സ്വിച്ച് ഓൺ ചെയ്യണം. ബെൽ സ്വിച്ച് ആണ്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ഈ കണ്ടക്ടറിലൂടെ വന്നിട്ട് ഇതിന് മുകളിൽ മൂവ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടക്ടർ വെച്ചിരിക്കും. ഒരു പീസ് കണ്ടക്ടർ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെച്ചിരിക്കും. അപ്പോൾ കറണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറും. അതിലോടി കയറിയിട്ട് ഇപ്പുറത്തൂടെ വന്നിട്ട് ബാറ്ററി നെഗറ്റീവിലെത്തും. ആ ഡയറക്ഷൻ ക്ലിയർ ആയോ? പോസിറ്റീവ് തുടങ്ങി ഇങ്ങനെ വന്ന്, ഇതൊക്കെ കോപ്പർ വയറുകളാണേ. ഇപ്പോൾ കണ്ടക്ടറാണ്, ഇതിന് ഈസി ഫ്രീ ടു മൂവ് ആണ്, ഫ്രീ ടു മൂവ് ചെയ്യാൻ പറ്റുന്ന വയറാണ്. ഇതിലൂടെ വന്നിട്ട് കറണ്ട് ഇതിലൂടെ കയറി ബാറ്ററിൻ്റെ നെഗറ്റീവിലെത്തി. ക്ലിയർ? അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ കിട്ടി. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, ഇതാണ് പലരും തെറ്റിക്കുന്നത്. ഇവിടെ ഒരു നോർത്ത് കൊടുത്തിരിക്കും. സാർ നോർത്തും സൗത്തും ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ, നോർത്ത് ടു സൗത്ത് അല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക എന്നാണ് കുട്ടികൾ എപ്പോഴും ചോദിക്കാറ്. ഇവിടെ കൺഫ്യൂഷൻ എന്താണെന്ന് അറിയോ? ഇത് റിംഗ് മാഗ്നറ്റ് ആണ്. റിംഗ് മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്ത് എവിടെയാണ്? അത് മനസ്സിലാക്കിയ പരിപാടി കഴിയും. ഒരു റിംഗ് മാഗ്നറ്റ് എടുക്കുക. റിംഗ് മാഗ്നറ്റിന് 2 സൈഡുകൾ ഉണ്ടാവും. ഇങ്ങനെ ഒരു സൈഡ് മുകളിലുണ്ടാവും, ഇതേ സൈഡ് അതിൻ്റെ താഴെ ഉണ്ടാവും, ഇതുപോലൊരു സൈഡ് താഴെ ഉണ്ടാവും. 3D ആലോചിക്കണേ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മൊത്തം നോർത്താണ്, ഒരു സൈഡ് മൊത്തം നോർത്താണ്. അപ്പോൾ താഴത്തെ സൈഡോ? ഒരു സൈഡ് മൊത്തം നോർത്താണ്, താഴത്തെ സൈഡ് എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ബാർ മാഗ്നറ്റ് എടുത്താൽ ഇത് നോർത്ത് ഇത് സൗത്ത്, ഒരു യു മാഗ്നറ്റ് എടുത്താൽ ഒന്ന് നോർത്ത് ഇപ്പുറത്ത് സൗത്ത്. അങ്ങനെയെങ്കിൽ ഒരു റിംഗ് മാഗ്നറ്റിൻ്റെ ഒരു ഭാഗം മൊത്തം നോർത്തും മറ്റേ സൈഡ് മൊത്തം സൗത്തും ആയിരിക്കും. ആ ഐഡിയ ഉണ്ടായാൽ മതി. നോർത്തുനിന്ന് ഫീൽഡ് ലൈൻസ് എങ്ങോട്ടാണ് പോവുക? അത് നമ്മൾ പഠിച്ചല്ലേ. നോർത്തുനിന്ന് ഫീൽഡ് ലൈൻസ് പോവുകയാണ് ചെയ്യുക, നോർത്തുനിന്ന് പോവുകയാണ് ചെയ്യുക, സൗത്തിലേക്ക് വരികയാണ് ചെയ്യുക, സൗത്തിലേക്ക് ഫീൽഡ് ലൈൻസ് വരികയാണ് ചെയ്യുക. ഈ കാര്യം മനസ്സിലാക്കിക്ക്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? നമ്മൾ ആലോചിച്ച് നോക്ക്. ഫീൽഡ് ലൈൻസ് നോർത്തുനിന്ന് പോവുകയാണ് ചെയ്യുക അല്ലേ? ഇപ്പോൾ മേലോട്ടല്ലേ? മനസ്സിലാക്കി വെക്കണേ, മാഗ്നറ്റിക് ഫീൽഡ് നോർത്തുനിന്ന് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുക ഫീൽഡ് ലൈൻസ്. സോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും ഉണ്ടാവുക? മുകളിലോട്ട്. ആ കൺസെപ്റ്റ് അവിടെ ഉറപ്പിച്ച് വെച്ചോ. മാഗ്നറ്റിക് ഫീൽഡ് മുകളിലോട്ടാണ്, ഓർത്ത് വെക്കാം. ഓക്കെ. ഇനി കറണ്ട് ഉള്ളത് എ നിന്ന് ബിയിലേക്ക്, നിങ്ങളുടെ അടുത്തേക്ക്, സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക്, അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യും. അപ്പം ഞാൻ കൈ വെച്ച് ഇത് മാച്ച് ചെയ്യുകയാണേ. ആദ്യം ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് മാച്ച് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻഡെക്സ് ഫിംഗർ അല്ലേ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് നോർത്തുനിന്ന് മുകളിലോട്ടാണ്. സോ ഇൻഡെക്സ് ഫിംഗർ മുകളിലോട്ട് വെക്കണം. മുകളിലോട്ട് വെച്ചു. ഇനി കറണ്ട് വരുന്നത് നിങ്ങളുടെ അടുത്തേക്ക്, അതായത് സ്ക്രീനിന് പുറത്തേക്ക്, എ ടു ബി, എ നിന്ന് ബിയിലേക്കാണ് കറണ്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ബാക്കി 2 ഡയറക്ഷൻ സെറ്റാക്കി വെച്ചതുകൊണ്ട് നിങ്ങൾ കൈ വെച്ച് നോക്കണേ. ഞാൻ സ്ക്രീനിൽ വെച്ചൊന്നും മനസ്സിലാവില്ല. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. മുകളിലോട്ട് കറണ്ട് വരുന്നത്, നിങ്ങളെ കൈ നോക്ക്, നിങ്ങളുടെ അടുത്തേക്കല്ലേ വരുന്നത്. ഇങ്ങനെ വെക്കുന്നേരം യെസ്, നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ കറണ്ട് എ നിന്ന് ബിയിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക്. ഒബ്വിയസ്ലി ഇതിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇവിടെ ഡയറക്ഷൻസ് കൊടുത്തിരിക്കും, ഒന്നുകിൽ പി അല്ലെങ്കിൽ ക്യൂ. നോക്ക് എങ്ങോട്ടാണ് പോവുക? ക്യൂവിലേക്ക്. സോ ഈ കമ്പി, ഈ എ ബി എന്ന് പറഞ്ഞ കണ്ടക്ടർ പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. കൺസെപ്റ്റ് കത്തിയില്ലേ? അങ്ങനെയെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്ക്. ഇവിടെ എന്താ മാറ്റം വന്നത്? എല്ലാം സെയിമാ. പിന്നെന്താ സാർ വേറെ ചോദ്യം തന്നത്? ഇവിടെ നോക്ക്, നോർത്തിന് പകരം സൗത്താണ് കൊടുത്തത്. അപ്പോൾ സൗത്ത് ആണെങ്കിൽ എന്താ മാറ്റം വരിക? സൗത്ത് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് സൗത്തിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അങ്ങോട്ടാവും. നിങ്ങൾ തന്നെ പറ, മേലോട്ടായിരിക്കോ താഴോട്ടായിരിക്കോ?
നോർത്ത് ആണെങ്കിൽ സാർ മാഗ്നറ്റിക് ഫീൽഡ് പോവുകയാണ് ചെയ്യുക, സൗത്ത് ആണെങ്കിൽ അതിലേക്ക് വരികയാണ് ചെയ്യുക. സോ മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ടായിരിക്കും. അപ്പം ഞാൻ കൈ ഒന്ന് വെച്ച് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്, താഴോട്ടേക്ക്. സോ എൻ്റെ ചൂണ്ട് വിരൽ താഴോട്ടാണ് വേണ്ടത്, മദർ താഴോട്ടാണ് വേണ്ടത്. ഓക്കെ, ഇനി കറണ്ട് വരുന്നത് എ എന്ന് ബിയിലേക്ക് തന്നെ, നേരത്തെ പോലെ തന്നെയാണ്, എ എന്ന് ബിയിലേക്ക്. നിങ്ങൾ കൈ വെച്ച് നോക്കണേ, നിങ്ങൾ കൈ വെച്ചാലേ മനസ്സിലാവും. എ എന്ന് ബിയിലേക്കാണ് കറണ്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ തമ്പ് നോക്കിയാൽ മതി. തമ്പ് എങ്ങോട്ടാ? പിയിലോട്ടല്ലേ? യെസ്. സോ ഇതിൻ്റെ മുകളിലെ ഡയറക്ഷൻ പിയിലോട്ടായിരിക്കും. ഈ കണ്ടക്ടർ പിയിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ അല്ലേ? ആലോചിച്ചാൽ മതി. നോക്ക്, നമ്മൾ മാഗ്നറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റി, അപ്പം ഡയറക്ഷൻ ഓഫ് മോഷൻ മാറും. നേരത്തെ ക്യൂയിലോട്ട് വന്ന ആൾ ഇപ്പം ഇങ്ങോട്ട് പോകും, പിയിലോട്ട് പോകും. സിമ്പിൾ. അപ്പം ഈ ചോദ്യം പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കാറുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചോ. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടോർ പ്രിൻസിപ്പിൾ മനസ്സിലായി, ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ മനസ്സിലായി. ഇതുപയോഗിച്ച്, ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് മോട്ടോർ ബിൽഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്യുന്നത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. ഓക്കെ, ടെക്സ്റ്റിൽ ഇങ്ങനൊരു സെറ്റപ്പ് കൊടുത്തിരിക്കും. അതായത് ഒരു ബാറ്ററി എടുക്കുക, 2 പിന്നുകൾ കണക്ട് ചെയ്യുക, എന്നിട്ട് അതിലൊരു വയർ ഇങ്ങനെ സർക്കുലാർ ഷേപ്പ് ചുറ്റിയെടുക്കുക, താഴെ ഒരു മാഗ്നറ്റ് വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ള വീഡിയോ നോക്കിക്കോ. ബാറ്ററി എടുക്കുക, 2 പിന്നുകൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഇൻസുലേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കുന്നത്. എന്നിട്ടൊരു മാഗ്നറ്റ്, ഇത് നിയോഡിയം മാഗ്നറ്റ് ആണ്, അതിലേക്ക് നമ്മളൊരു വയർ വെക്കുന്നതിന് ആ വയർ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ കറക്കം സാധ്യമാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ റൊട്ടേഷൻ സാധ്യമാണെന്ന് നമുക്ക് നോക്കാം. സെയിം രീതി, ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുക, ഒരു മാഗ്നറ്റ് വെക്കുക, അതിന് ജസ്റ്റ് ഒരു ഇനീഷ്യൽ പുഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മാഗ്നറ്റും കറണ്ടും ഉപയോഗിച്ച് നമ്മൾ റൊട്ടേഷൻസ് സാധ്യമാക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ റൊട്ടേഷൻസ് സാധ്യമാക്കുന്ന മെഷീനുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് DC മോട്ടോർ. DCയുടെ ഫുൾ ഫോം ഡയറക്റ്റ് കറണ്ട് എന്നാണ്. ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഒന്നും മാറില്ല, ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് മാത്രം മൂവ് ചെയ്യുന്ന കറണ്ട്, ഇതിനാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയാം. ഓക്കെ, വേറൊരു കറണ്ട് കൂടി ഉണ്ട്, AC കറണ്ട് ഉണ്ട്, അത് അടുത്ത പാഠത്തിൽ പഠിക്കും. അൾട്ടർനേറ്റിംഗ് കറണ്ട്, ഡയറക്ഷൻസ് മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടാണ്. DCയിൽ ഡയറക്ഷൻ ഒന്നും മാറില്ല, ബാറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക്. സോ ബേസിക്കലി എന്താണ് എനർജി ചേഞ്ച്? നമ്മൾ കൊടുക്കുന്നത് എന്താടാ? നമ്മൾ കൊടുക്കുന്നത് ബാറ്ററിയിൽ നിന്ന് എന്താ കിട്ടുക? ഇലക്ട്രിക്കൽ എനർജി. ഇത് കറങ്ങുകയാണ്. കറങ്ങുക മീൻസ് എന്ത് എനർജിയാ? മെക്കാനിക്കൽ എനർജിയാണ്. സോ ബേസിക്കലി DC മോട്ടോർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. അത് കത്തിയില്ലേ? ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസാണ് മോട്ടോർ. കത്തി. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ആകെ നമ്മളിപ്പോൾ പഠിച്ച പ്രിൻസിപ്പിൾ ഏതാ? മോട്ടോർ പ്രിൻസിപ്പിൾ. അപ്പോൾ മോട്ടോർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ എഴുതി വെക്കേണ്ടത് മോട്ടോർ പ്രിൻസിപ്പിളാണ്. എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഭാഗങ്ങൾ നോക്കാം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ചെറുപ്പത്തിൽ കളിപ്പാട്ടൊക്കെ പൊളിച്ചെടുത്താൽ നമുക്ക് DC മോട്ടോർ കാണാൻ പറ്റും. ചെറിയൊരു മോട്ടോർ ഈ ഒരു ഷേപ്പിൽ. ഇത് നമ്മുടെ അധിക മോട്ടോർ ഭാഗങ്ങളിലും നമ്മുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പൊളിച്ചു നോക്കിയതായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പൊളിച്ചു നോക്കിയിട്ടുണ്ടാവും. അതിൽ ഇങ്ങനെ 2 കാന്തങ്ങൾ ഉണ്ടാവും. 2 കാന്തം ഉണ്ടാവും. എന്നിട്ട് ഫ്രീ ആയിട്ട് കറങ്ങാൻ പറ്റുന്ന കുറേ ചെമ്പ് കമ്പി ചുറ്റിയെടുത്തൊരു സംവിധാനം ഉണ്ടാവും. അതിന് ഫ്രീ ആയിട്ട് കറങ്ങാൻ പറ്റും. ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെമ്പ് കമ്പികൾ ചുറ്റിയെടുത്തൊരു സംവിധാനം ഉണ്ടാവും. ഓക്കെ, പിന്നെ കുറച്ച് ബ്രഷുകളും റിങ്ങുകളൊക്കെ ഉള്ള സംവിധാനം ഉണ്ടാവും. ഇത് ഓരോന്നും എന്താ നമുക്ക് പഠിക്കാം. അതിന് മുന്നേ എങ്ങനെയാണ് ഈ റൊട്ടേഷൻ സാധ്യമാകുന്നത് നോക്കാം. അതിന് കുറച്ച് ബേസിക് ഐഡിയ വേണം. ഇപ്പോൾ നോക്കോ, ഞാൻ 2 കാന്തം എടുത്തു. കാന്തത്തിൻ്റെ ഒരു ഭാഗം നോർത്ത്, ഒരു ഭാഗം സൗത്ത്. ബാക്കി ഇപ്പുറത്തുണ്ടേ, ഇത് നോർത്താണ്, ഇപ്പുറത്ത് സൗത്ത് ഉണ്ടാവും. മാഗ്നറ്റിക് മോണോപോൾസ് എന്ന സംഭവം ഇല്ല. ഇവിടെ സൗത്താണ്, ഇപ്പുറത്ത് നോർത്തും ഉണ്ടാവും. 2 കാന്തം എടുത്തു, ഇത്ര മാത്രം ആലോചിക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വയർ വെച്ചു. വയറിന് പേര് കൊടുക്കുകയാണ് AB. എന്നിട്ട് ഈ വയറിൻ്റെ ഈ ഭാഗം ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവായിട്ടും കണക്ട് ചെയ്തു, ഈ ഭാഗം ബാറ്ററിൻ്റെ നെഗറ്റീവായിട്ടും കണക്ട് ചെയ്തു. ഓക്കെ, സോ ഇത്രയല്ലേ മെക്കാനിസം. AB. കറണ്ട് ഇങ്ങോട്ടാ ഫ്ലോ ചെയ്യുക പറഞ്ഞേ? ബാറ്ററിൻ്റെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്. അപ്പോൾ കറണ്ട് A നിന്ന് Bയിലേക്ക്. നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന നേരം സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇമാജിൻ ചെയ്യണം. കറണ്ട് സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക്.
മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാ നോർത്ത് നിന്ന് സൗത്തിലേക്ക്. അപ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡിൽ കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. മോട്ടോർ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുക അത് കണ്ടുപിടിക്കാൻ ആര് വേണം? ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങൾ കൈവച്ച് നോക്കണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഫസ്റ്റ് ഞാൻ രണ്ടാൾക്കാർ ശരിയാക്കണം. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് റെഡിയാക്കാം. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് നിന്ന് സൗത്തിലേക്ക്. ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക്. നിങ്ങൾ കൈവച്ച് നോക്കുക. സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ മിഡിൽ ഫിംഗർ വെച്ച് നോക്കാം. മിഡിൽ ഫിംഗർ സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നോക്കാം. അപ്പോൾ ബേസിക്കലി ഒബ്വിയസ്ലി ഫോഴ്സ് എങ്ങോട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുക? താഴോട്ട്. ഫോഴ്സ് താഴോട്ടാണ്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ കണ്ടക്ടറിന് മുകളിൽ താഴോട്ടേക്കൊരു ഫോഴ്സ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? യെസ്. ഇനി നോക്കാം. ഇനി ഞാൻ സി ഡി എന്ന് പറഞ്ഞൊരു കണ്ടക്ടർ എടുത്തു. അതിൻ്റെ ഈ എൻഡ് ഞാൻ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു, ഈ എൻഡ് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആയിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഇനി ഇതിൻ്റെ മുകളിൽ എങ്ങോട്ടാണ് ഫോഴ്സ് ഉണ്ടാവുക? ഫോഴ്സ് എങ്ങോട്ടാണെന്ന് അറിയണമെങ്കിൽ ആദ്യം കറണ്ട് എങ്ങോട്ടാണെന്ന് അറിയണം. കറണ്ട് പോസിറ്റീവ് നെഗറ്റീവിലേക്ക്, സി ടു ഡി. മാഗ്നറ്റിക് ഫീൽഡ് നോർത്തും സൗത്തിലേക്ക്. അങ്ങനെയെങ്കിൽ നമുക്ക് കൈകൾ വെച്ച് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം വെക്കാം. അതായത് നമ്മുടെ ചൂണ്ട് വിരൽ നോർത്ത് നിന്ന് സൗത്തിലേക്ക് വെക്കണം. ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ അത് നിങ്ങളുടെ അടുത്തേക്കല്ലേ കറണ്ട് വരുന്നത്? യെസ്. അങ്ങനെയെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? മേലോട്ട്. ഇതിൻ്റെ മുകളിൽ ഫോഴ്സ് മേലോട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കിയ കാര്യം നമ്മൾ എ ബി കണക്ട് ചെയ്തു. എ ബി അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ ഫോഴ്സ് മേലോട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തത്. സോറി, മാറിപ്പോയി. ഫോഴ്സ് താഴോട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തത്. ഇനി ഞാൻ സി ഡി വെച്ചു. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ സി ഡിൻ്റെ മുകളിൽ ഫോഴ്സ് മേലോട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തത്. ഓക്കെ, രണ്ടും കറണ്ട് സെയിം ആണെങ്കിൽ ഈക്വൽ ഫോഴ്സുകളായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കിട്ടൂലേ? അതിപ്പോൾ എന്തിനാ സാർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്? നോക്ക്, ഇങ്ങനൊരു സംവിധാനം. ഇതിൻ്റെ മുകളിൽ താഴോട്ടേക്കൊരു ഫോഴ്സ്, മേലോട്ടേക്കൊരു ഫോഴ്സ്. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകമോ എന്തെങ്കിലും ഒന്ന് എടുത്ത് ഒരു സൈഡ് താഴോട്ടേക്കും ഒരു സൈഡ് മേലോട്ടേക്കും തള്ളി വെക്ക്. അപ്പോൾ അതിനെന്താ സംഭവിക്കുക? അത് കറങ്ങല്ലടാ ചെയ്യുക, ഇത് റൊട്ടേറ്റ് ചെയ്യല്ലേ ചെയ്യുക. ഇതിൻ്റെ മുകളിൽ റൊട്ടേഷൻ തുടങ്ങും, കറങ്ങാൻ തുടങ്ങും. നമുക്ക് കറങ്ങല്ലേ വേണ്ടത്. എന്തിനാ മോട്ടോർ? കറണ്ട് കൊടുക്കുന്നു, കറക്കം കിട്ടുന്നു. സോ നമുക്ക് കറക്കാണ് വേണ്ടത്. അപ്പം ഒരു കാന്തം എടുത്തിട്ട് അതിൽ ഇങ്ങനൊരു സംവിധാനം സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഒരു റൊട്ടേഷൻ എഫക്റ്റ് കിട്ടും. മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ച് രണ്ട് ഫോഴ്സുകൾ കിട്ടും. ആ ഫോഴ്സുകൾ കാരണം എനിക്കൊരു റൊട്ടേഷൻ എഫക്റ്റ് കിട്ടും. അപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി നോക്കിയാൽ, ഞാൻ ഇങ്ങനൊരു സംവിധാനം വെച്ചു. അടിപൊളിയാണ്, ശ്രദ്ധിച്ചോ. നമ്മൾ നേരത്തെ ചെയ്ത കാര്യം എ ബി സി ഡി എന്നുള്ള രണ്ട് കണ്ടക്ടർ എടുക്കുന്നതിന് പകരം ഞാനിത് മൊത്തത്തിൽ കണക്ട് ചെയ്യുന്ന ഇങ്ങനൊരു സംവിധാനം, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള സംവിധാനം എടുത്തു. എന്നിട്ട് ഇതിൻ്റെ ബാറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ നോക്ക്, എ ബി ഇവിടെ പോസിറ്റീവ് സൈഡല്ലേ, പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. ഇനി ഇവിടെ ഇങ്ങനെ വരുന്ന നേരം ഡി കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററി നെഗറ്റീവായിട്ടാണ്, ഇത് പോസിറ്റീവായിട്ടാണ്. കണ്ടോ, നേരത്തെ ചെയ്ത അതേ സംവിധാനം പരസ്പരം കണക്ഷൻ കൊടുത്തുന്നുള്ളൂ. ഇനി കറണ്ടിൻ്റെ ഡയറക്ഷൻ പറഞ്ഞേ. ബാറ്ററിയുടെ പോസിറ്റീവും തുടങ്ങി ഇങ്ങോട്ട് വരുന്നു, എയിലെത്തുന്നു, എന്ന് ബിയിലെത്തുന്നു, ബിന്ന് സിയിലെത്തുന്നു, സിന്ന് ഡിയിലെത്തുന്നു, ഡിന്ന് ബാറ്ററി നെഗറ്റീവ്. സോ ഇതിനെ വിളിക്കുന്ന സംവിധാനം, ഈ സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ആർമേച്ചർ. എന്താ വിളിക്കുക? ആർമേച്ചർ കോയിൽ എന്നാണ് പറയുക. ഒന്നുമില്ല, ഒരു ചെമ്പ് കമ്പി ഒന്നിക്കൽ റൗണ്ടായിട്ട് ചുറ്റിയെടുക്കുക, അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പ് ചുറ്റിയെടുക്കുക. ഇതിനാണ് ആർമേച്ചർ എന്ന് പറയുക. അത് ഫ്രീ ടു റൊട്ടേറ്റ് ആയിരിക്കും, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. ഇതെവിടെയാണ് വെച്ചത്? ഒരു രണ്ട് മാഗ്നറ്റിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇത് ഫീൽഡ് കൊടുക്കുന്ന മാഗ്നറ്റാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫീൽഡ് മാഗ്നറ്റ്. എന്താ വിളിക്കുക? ഫീൽഡ് മാഗ്നറ്റ്. സോ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പഠിച്ച്, ആർമേച്ചറും ഫീൽഡ് മാഗ്നറ്റും. പിന്നെ ബാറ്ററിയാണ് എക്സ്റ്റേണൽ സോഴ്സ്. ഇതാണ് നമുക്ക് കറണ്ട് തരുന്ന ആൾക്കാർ. അപ്പം ബാറ്ററിയും കൂടി പഠിച്ചു വെക്കുക. സോഴ്സ് തരുന്നത് ബാറ്ററിയാണ്. ഇനി ഇതിൽ എങ്ങനെയാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഞാൻ ഈ ഭാഗത്ത് എ ബി എന്ന് പറഞ്ഞ ഭാഗത്ത് എങ്ങോട്ടാണ് ഫോഴ്സ് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ്. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാ? എടാ, ഈ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് മാറുകയില്ല, എപ്പോഴും നോർത്ത് ടു സൗത്ത് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത്. ഓക്കെ. ഇനി കറണ്ട് അങ്ങോട്ടാ? കറണ്ട് സാറേ സ്ക്രീനിൻ്റെ ഉള്ളിലേക്കാണ്. എ ബി എന്ന് പറഞ്ഞാൽ സ്ക്രീനിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് വരയ്ക്കാം. ഇനി കൈ വെച്ച് നോക്കാം. ഞാൻ കൈ വെച്ച് നോക്കുകയാണേ. മാഗ്നറ്റിക് ഫീൽഡ് നോർത്തും സൗത്തിലേക്ക്. ഈ ഭാഗത്ത് കൈ വെച്ച് നോക്കുക.
കറണ്ട് പോകുന്നത് സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക്, നിങ്ങളുടെ മിഡിൽ ഫിംഗർ സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് അയക്കണം. അങ്ങനെയെങ്കിൽ ഫോഴ്സ് അങ്ങോട്ടാ, എ ബിൻ്റെ മുകളിൽ ഫോഴ്സ് അങ്ങോട്ടാ, ചിത്രം നോക്ക്, ഫോഴ്സ് അങ്ങോട്ടാ, താഴോട്ടേക്ക്. യെസ്, സോ എ ബിൻ്റെ മുകളിൽ ഫോഴ്സ് താഴോട്ടേക്കാണ് പക്ഷേ. അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് വെക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, കറണ്ട് സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക്, ഫോഴ്സ് താഴോട്ടേക്ക്. ഓർത്ത് വെക്കണേ, എ ബിൻ്റെ മുകളിൽ ഫോഴ്സ് താഴോട്ടാണ്. ഇനി സി ഡിൻ്റെ മുകളിൽ നോക്കാം. സി ഡിയിൽ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാ, അത് മാറ്റമുണ്ടോ? ഇല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് തന്നെയാണ് പക്ഷേ, നോർത്ത് ടു സൗത്ത്. ഇനി കറണ്ട് അങ്ങോട്ടാ, കറണ്ട് എ ടു ബി, ബി ടു സി, സി ടു ഡി, സ്ക്രീനിന് പുറത്തേക്കാണ്. അപ്പം സി ടു ഡി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക്, നിങ്ങളുടെ അടുത്തേക്ക്. അങ്ങനെയാണ് കൈവച്ച് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി, കറണ്ട് കിട്ടി, കൈവച്ച് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത്, ഇതാ മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് ഇതാ മിഡിൽ ഫിംഗർ കറണ്ട് പോകുന്നത് സി ടു ഡി. അങ്ങനെയെങ്കിൽ ഫോഴ്സ് അങ്ങോട്ടാ, ഫോഴ്സ് മേലോട്ടേക്ക്. അപ്പോൾ സി ഡിൻ്റെ മുകളിൽ ഫോഴ്സ് മേലോട്ടേക്ക്, അപ്പോൾ ഈ ഭാഗത്ത് ഫോഴ്സ് മുകളിലോട്ട്. ഇനി എന്ത് സംഭവിക്കും നോക്ക്, കറണ്ട് കൊടുത്തു, കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. സോ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എ ബിൻ്റെ മുകളിൽ ഫോഴ്സ് താഴോട്ടാണ്, സി ഡിൻ്റെ മുകളിൽ ഫോഴ്സ് മേലോട്ടാണ്. രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകളാണ്. സോ ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. എങ്ങോട്ട്? ഏതാ ഡയറക്ഷൻ? ആർമേച്ചർ ഇങ്ങോട്ടേക്ക് നീങ്ങാൻ തുടങ്ങും. എ ബി താഴോട്ടേക്ക് നീങ്ങും, സി ഡി മുകളിലേക്ക് നീങ്ങും. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന നമുക്ക് പറയാം. എടാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങാന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ? ആലോചിച്ച് നോക്ക്, സി ഡി ഇങ്ങോട്ട് വരിക, എ ബി താഴോട്ട് പോവുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി റൊട്ടേറ്റ് ചെയ്യുന്നതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഈ ഭാഗം എ ബി, സി ഡി എന്ന് പറഞ്ഞ ഭാഗം ഇപ്പുറത്തെത്തി, എ ബി എന്ന് പറഞ്ഞ ഭാഗം ഇപ്പുറത്തെത്തി. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന നേരം നമ്മുടെ കണക്ഷൻ കൊടുത്ത വയറുകൾ പരസ്പരം കുരുങ്ങിപ്പോലെ. ആലോചിച്ച് നോക്ക്, ഇങ്ങനെയുള്ള സംവിധാനം, ഇയാൾ ഇപ്പുറത്തെത്തി, ഇയാൾ ഇങ്ങോട്ടെത്തി. അപ്പോൾ ഈ വയറുകൾ പരസ്പരം കുരുങ്ങിപ്പോലെ, ഞാൻ ചിത്രത്തിൽ കാണിച്ച പോലെ ഇങ്ങനെ പിണഞ്ഞു പോകും. അപ്പോൾ വയറുകൾ പിണഞ്ഞു പോകുന്നൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നടക്കാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ അത് സോൾവ് ചെയ്യാൻ ഒരു സംവിധാനം കൂടി വെക്കണം. അതിന് വെക്കുന്ന സംവിധാനമാണ് റിങ്ങും ബ്രഷും. അവിടെയാണ് ഫിസിക്സിന്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുക. അടുത്ത ഫോട്ടോ നോക്കിക്കോ. ഞാൻ ഈ ആർമേച്ചറിനെ ഒരു റിങ്ങുമായിട്ട് കണക്ട് ചെയ്തു. ആർമേച്ചറിന്റെ അടുത്ത അറ്റത്തിന് സി ഡിനെ അടുത്ത റിങ്ങുമായിട്ട് കണക്ട് ചെയ്തു. 2 റിങ്ങുകൾ വെച്ചേ. എന്നിട്ട് ഒരു ബ്രഷും വെച്ചു. ഈ ബ്രഷ് എന്ന് പറഞ്ഞാൽ റിങ്ങിനെ ജസ്റ്റ് തൊട്ട് നിൽക്കുകയുള്ളൂ. കണക്ഷൻ ഉണ്ടാവും, പക്ഷേ നമ്മൾ വയർ വെച്ച് കണക്ട് ചെയ്ത പോലത്തെ കണക്ഷൻ അല്ല, ജസ്റ്റ് ടച്ച് ചെയ്ത് നിൽക്കുകയുള്ളൂ. ഇതിന് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആർമേച്ചർ കറങ്ങുന്നതിൻ്റെ കൂടെ ആർക്കും കറങ്ങാൻ പറ്റും? റിങ്ങിന് കറങ്ങാൻ പറ്റും. ബ്രഷ് കറങ്ങുമോ? ഇല്ല, ബ്രഷ് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ, റിങ്ങിനെ തൊട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ വയറുകൾ പരസ്പരം പിണഞ്ഞു പോകില്ല. ശ്രദ്ധിക്കണേ, എ ബിനെ കണക്ട് ചെയ്ത് റിങ് 1 മാത്രമാണ്, ഇത് നമുക്ക് കണക്ഷൻ ഇല്ല. ഇനി സി ഡിനെ കണക്ട് ചെയ്തത് റിങ് 2 ആയിട്ടാണ്. അപ്പം എ ബി കറങ്ങുന്ന നേരം ആരും കറങ്ങും? റിങ് 1 കറങ്ങും. സി ഡി കറങ്ങുന്ന നേരം റിങ് 2 കറങ്ങും. ഓക്കെ, ഇപ്പം 2 റിങ്ങുകൾ വെച്ചു, ബ്രഷുകൾ വെച്ചു. ഇപ്പം വയറുകൾ കൂട്ടി പിണഞ്ഞു പോകുന്ന പ്രശ്നം വരുന്നില്ല. ഇത് ബാറ്ററിനെ കണക്ട് ചെയ്തു. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്തു. ഇനിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ കറണ്ട് ഡയറക്ഷൻ അങ്ങോട്ടായിരുന്നു. നമുക്കത് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജിൽ കറണ്ട് ഡയറക്ഷൻ നോക്കിയേ, ഇവിടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കറണ്ട് അങ്ങോട്ടാ, നിങ്ങൾ തന്നെ പറഞ്ഞേ, ബാറ്ററിൻ്റെ പോസിറ്റീവ് തുടങ്ങുന്നു, ബ്രഷ് 1-ലെത്തുന്നു, റിങ് 1-ലെത്തുന്നു, എന്നിട്ട് ആർമേച്ചറിലേക്ക് കയറുന്നു, എയിലെത്തുന്നു, ബിയിലെത്തുന്നു, സിയിലെത്തുന്നു, ഡിയിലെത്തുന്നു. സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ എ എന്ന് ബിയിലെത്തി, ആർമേച്ചറിലാണ് എഴുതുന്നത്, ബി എന്ന് സിയിലെത്തി, സി ഡിയിലെത്തി. മറന്നുപോയത് ഓർത്ത് വെച്ചോ, കറണ്ട് എ ടു ബി, ബി ടു സി, സി ടു ഡി ആണ്. ഫോഴ്സ് എങ്ങനെയായിരുന്നു ഓർമ്മ ഉണ്ടോ? എ ബിയിൽ ഫോഴ്സ് എങ്ങോട്ടായിരുന്നു? താഴോട്ടേക്ക്. കൈവച്ച് നോക്കിയാൽ മതി. സി ഡിയിൽ ഫോഴ്സ് എങ്ങോട്ടായിരുന്നു? മേലോട്ടേക്ക്. ഇത്രയും കാര്യങ്ങൾ മൈൻഡിലവിടെ വെച്ചോ. ഇനി ഇത് ഒരു ഹാഫ് റൊട്ടേഷൻ കറങ്ങുന്ന നേരം സി ഡി എന്ന് പറഞ്ഞ ഭാഗം ഇവിടെ എത്തും. അപ്പോൾ എ ബി അങ്ങോട്ട് പോകും, എ ബി ഇപ്പുറത്തെത്തും. അപ്പോൾ അതിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. സി ഡി എന്ന് പറഞ്ഞ ഭാഗം ഇവിടെ എത്തി, എ ബി ഇപ്പുറത്തെത്തി. ഇനി നോക്കിക്കോ, നേരത്തെ കറണ്ട് അങ്ങോട്ടായിരുന്നു? എ എന്ന് ബി, ബി എന്ന് സി, സി എന്ന് ഡി. ഇപ്പോഴും കറണ്ട് അതുപോലെ തന്നെയാണെന്ന് വിചാരിക്കുക.
ഇപ്പോഴും കറണ്ട് അതുപോലെ തന്നെയാണെന്ന് വിചാരിക്കുക. അതായത് എ ടു ബി, ബി ടു സി, സി ടു ഡി. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുകയാണേ, കറണ്ട് ഡയറക്ഷൻ എ എന്ന് ബി, ബി ടു സി, സി ടു ഡി. ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ഫോഴ്സ് എങ്ങോട്ടാണെന്നൊന്ന് കണ്ടുപിടിച്ച് നോക്ക്, കൈ വെച്ചൊന്ന് കണ്ടുപിടിച്ച് നോക്ക്. നോക്കാം, ഞാൻ സി ഡിയിൽ മാത്രം പറയുകയാണേ. സി ഡിയിൽ ഫോഴ്സ് എങ്ങോട്ടാണ്? സി ഡിയിൽ ഫോഴ്സ് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് നിന്ന് സൗത്തിലേക്ക്, മാറ്റമൊന്നുമില്ല. കറണ്ട് സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക്, അതായത് സി ടു ഡി, സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. അങ്ങനെയെങ്കിൽ കൈവച്ച് നോക്കാം, ഫോഴ്സ് എവിടെ കിട്ടും നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് നിന്ന് സൗത്തിലേക്ക്, കറണ്ട് സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക്, സി ടു ഡി, കറണ്ട് സി ടു ഡി. അങ്ങനെ ഫോഴ്സ് അങ്ങോട്ടാ? മേലോട്ട്, ഫോഴ്സ് മേലോട്ട്. ഇനി ഇതേപോലെ നിങ്ങൾ ഇവിടെ കൈവച്ച് നോക്കുക. അപ്പോൾ ഇവിടെ ഫോഴ്സ് അങ്ങോട്ടാ കിട്ടുക അറിയോ? താഴോട്ടേക്ക്. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇവിടെ ഫോഴ്സ് മുകളിലോട്ട്, ഇവിടെ ഫോഴ്സ് താഴോട്ടേക്ക്. നേരത്തെ എങ്ങനെയാണ് കിട്ടിയത്? നേരത്തെ ഈ എ ബിൻ്റെ ഭാഗത്ത് ഫോഴ്സ് താഴോട്ട്, ഇവിടെ ഫോഴ്സ് മേലോട്ട്. ഇപ്പോൾ എങ്ങനെയാണ് കിട്ടിയത്? ഇവിടെ ഫോഴ്സ് മേലോട്ട്, ഇവിടെ ഫോഴ്സ് താഴോട്ട്. ചേടാ, അപ്പം എന്താ പ്രശ്നം? എടാ, ഇവിടെ ഫോഴ്സ് താഴോട്ടായപ്പോൾ ഇത് ഇങ്ങോട്ട് കറങ്ങാൻ തുടങ്ങി. ഇവിടെ ഫോഴ്സ് മേലോട്ടായപ്പോൾ ഇത് ഇങ്ങോട്ട് കറങ്ങാൻ തുടങ്ങി. ഇപ്പം നേരെ ഓപ്പോസിറ്റ് അല്ലേ വന്നത്. അപ്പം ഈ ഭാഗം ഇങ്ങോട്ട് പോവും, നേരെ ഓപ്പോസിറ്റ് പോവും. ഈ ഭാഗം ഇങ്ങോട്ട് പോവും. എ ബി നേരത്തെ ഇങ്ങോട്ട് വന്നതാ, അപ്പം എ ബി പിന്നെയും തിരിച്ചും പോരും. അതൊരു പ്രശ്നമാണല്ലോ. നമുക്ക് ഫുള്ള് റൊട്ടേഷൻസ് കിട്ടൂല. നമ്മുടെ റൊട്ടേഷൻസ് എങ്ങനെ ഉണ്ടാവുക? ഈ ആർമേച്ചർ എ ബി ഇങ്ങോട്ട് വരുന്നു, സി ഡി ഇപ്പുറത്ത് വരുന്നു, ഇതിന് നേരെ തിരിച്ചും പോരും. കൺസെപ്റ്റ് കത്തിയോ? എ ബി ഇങ്ങോട്ട് പോകുന്നു, സി ഡി ഇപ്പുറത്ത് വരുന്നു. അപ്പം ഈ ഭാഗത്ത് ഫോഴ്സ് താഴോട്ട് തന്നെ ആയിരിക്കണം. ഫോഴ്സ് മേലോട്ടാണെങ്കിൽ പോയ ഭാഗം തിരിച്ചിങ്ങോട്ടും പോരും, കംപ്ലീറ്റ് റൊട്ടേഷൻ കിട്ടൂല. അപ്പം ഇവിടെ ഫോഴ്സ് എപ്പോഴും താഴോട്ടും, ഇവിടെ ഫോഴ്സ് എപ്പോഴും മേലോട്ടും ആയിരിക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ ഫോഴ്സ് എപ്പോഴും താഴോട്ടാണ്. അപ്പോൾ നോക്ക്, ഞാൻ ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. അങ്ങനെ ഫോഴ്സ് മാറണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. അതായത് ഈ ഭാഗത്ത് ഫോഴ്സ് എപ്പോഴും താഴോട്ടും, ഈ ഭാഗത്ത് ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കണം? മേലോട്ടും വയ്ക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യുക നോക്കോ. ഞാൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റുകയെന്ന് വെച്ചോ. സപ്പോസ് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റുകയാണ്. കറണ്ട് ഡി ടു സി, സി ടു ബി, ബി ടു എ ആക്കുകയാണ്. ഒരു ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഫോഴ്സ് നോക്കി നോക്ക്. നിങ്ങൾ കൈ വെച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഫോഴ്സ് നോക്കി നോക്ക്. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാ മാറിക്കോ? നോർത്ത് ടു സൗത്ത്. മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് സൗത്തിലേക്ക്. കറണ്ട് ഇപ്പം സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക്, ഡി ടു സി ആണ് സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക്. ഫോഴ്സ് അങ്ങോട്ടാ? താഴോട്ടേക്ക് തന്നെ കിട്ടി. ഇനി ഈ ഭാഗത്ത് നോക്കാം. ഈ ഭാഗത്ത് ഡി ടു സി, സി ടു ബി, ബി ടു എ അല്ലേ? സോ ബി ടു എ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് മാറിക്കോ? ഇല്ല. കറണ്ട് ബി ടു എ, ബി എയിലേക്ക്, ബി ടു എ. ഫോഴ്സ് അങ്ങോട്ടാ? മേലോട്ടേക്ക്. യെസ്, ഇപ്പം എന്ത് മനസ്സിലായി? കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റുകയാണെങ്കിൽ എനിക്ക് ഈ ഭാഗത്ത് ഫോഴ്സ് എപ്പോഴും താഴോട്ടും, ഈ ഭാഗത്ത് ഫോഴ്സ് എപ്പോഴും മേലോട്ടും കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് റൊട്ടേഷൻസ് കിട്ടും. അല്ലാണ്ട് നേരത്തെ പോലെ ആണെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആദ്യം ഫോഴ്സ് താഴോട്ടായിരിക്കും, പിന്നെ ഫോഴ്സ് മേലോട്ടായി പോകും. സോ നേരത്തെ വന്ന ഭാഗം തിരിച്ചിങ്ങ് പോരും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഹാഫ് റൊട്ടേഷനിലും കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റി കൊടുക്കുക. അതായത് ആദ്യത്തെ ഹാഫ് റൊട്ടേഷനിൽ കറണ്ട് എ ടു ബി, ബി ടു സി, സി ടു ഡി ആണെങ്കിൽ അടുത്ത ഹാഫ് റൊട്ടേഷനിൽ കറണ്ട് എന്താവണം? നേരെ തിരിയണം. ഡി ടു സി, സി ടു ബി, ബി ടു എ ആവണം. ഇത് എങ്ങനെ നമ്മൾ തിരിക്കുക? നമുക്ക് ബാറ്ററീൻ്റെ കണക്ഷൻ ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റുമോ? കണ്ടിന്യൂസ്ലി ബാറ്ററീൻ്റെ കണക്ഷൻ ഇങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനൊരു സംവിധാനമുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത റിങ്ങുകളില്ലേ, ഇങ്ങനെ ഫുൾ റിങ് എടുക്കാണ്ട് ഒരു റിങ് എടുത്തിട്ട് അതിനെ പകുതിയാക്കുക. അതിനെ പറയുന്ന പേരാണ് സ്പ്ലിറ്റ് റിങ്സ്. എന്താ പറയുക? സ്പ്ലിറ്റ് റിങ്സ് എടുക്കുക. നമ്മൾ ഫുൾ റിങ്ങുകൾ എടുക്കുന്നതിന് പകരം ഒരു റിങ് എടുത്ത് അതിനെ പകുതിയാക്കുക. എന്നാൽ എന്താ സാർ ഗുണം? നോക്ക്, ആദ്യം ബ്രഷ് 1 റിങ് 1 ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ബ്രഷ് 2 റിങ് 2 ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ബാറ്ററിൻ്റെ പോസിറ്റീവ് തുടങ്ങി ബ്രഷ് 1 റിങ് 1 റിങ്
പിന്നെ ആർമേച്ചറിലൂടെ കയറി എയിലെത്തി, എ ടു ബി, ബി ടു സി, സി ടു ഡി, നേരെ റിങ് 2-ലെത്തും, ബ്രഷ് 2-ലെത്തും, ബാറ്ററിയുടെ നെഗറ്റീവിലെത്തും. അപ്പോൾ കറണ്ട് ഡയറക്ഷൻ അങ്ങോട്ടാ അപ്പോൾ എ ടു ബി, ബി ടു സി, സി ടു ഡി. യെസ്. ഇനി ഫസ്റ്റ് ഹാഫ് കറങ്ങിയാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഫസ്റ്റ് ഹാഫ് കറങ്ങുന്ന നേരം എ ബി എന്ന് പറഞ്ഞ ഭാഗം താഴോട്ടും പോകും, സി ഡി എന്ന് പറഞ്ഞ ഭാഗം ഇപ്പുറത്തും വരും. ഇപ്പം ഇവിടെ നോക്ക്, നിങ്ങൾ കണക്ഷൻ മാറിയില്ലേ? ബ്രഷും റിങ്ങും നമ്മളെ കണക്ഷൻ മാറിയില്ലേ? മനസ്സിലാവുന്നില്ല. ഞാനൊരു സിമുലേഷൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ചോ, ഇതൊരു ആർമേച്ചറാണ്, ഫീൽഡ് മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കുക. ബാറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇതാണ് ബ്രഷുകൾ, 2 ബ്രഷുകൾ വെച്ചിട്ട് അതിൻ്റെ റിങ്ങുകളുണ്ട്. നമുക്ക് ഓരോ ഹാഫ് റൊട്ടേഷനിലും ബ്രഷും റിങ്ങും നമ്മളെ കണക്ഷൻ മാറുന്നില്ലേ? സിമുലേഷൻ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ? ഓരോ ഹാഫ് റൊട്ടേഷനിലും ബ്രഷും റിങ്ങും നമ്മളുടെ കണക്ഷൻ മാറുന്നുണ്ട്. ഇപ്പോൾ ഈ ബ്രഷ് ഇവിടെ ടച്ച് ചെയ്തു, ഈ ബ്രഷ് ഇവിടെ ടച്ച് ചെയ്തു. അടുത്ത ഹാഫ് റൊട്ടേഷനിൽ ആ കണക്ഷൻ മാറുന്നുണ്ട്. സോ നമ്മളൊന്നും ചെയ്യണ്ട, കണക്ഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ബാറ്ററി തിരിച്ച് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ബ്രഷും റിങ്ങും തമ്മിലുള്ള സംവിധാനം തന്നെ ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുന്നേരവും കണക്ഷൻ പരസ്പരം മാറ്റിക്കോളും. ഇതൊരു അടിപൊളി പരിപാടിയല്ലേ? സോ ഇങ്ങനൊരു സംവിധാനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർമേച്ചറിലുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓരോ ഹാഫ് റൊട്ടേഷനിലും മാറ്റാൻ പറ്റും. ഇങ്ങനെ ഹാഫ് റൊട്ടേഷനിൽ കണക്ഷൻ മാറ്റിയാൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ് റൊട്ടേഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആർമേച്ചർ ഇങ്ങനെ വന്നിട്ട് നേരെ തിരിച്ചും പോരും. ഈ ഭാഗത്ത് എപ്പോഴും ഫോഴ്സ് താഴോട്ടും, ഈ ഭാഗത്ത് എപ്പോഴും ഫോഴ്സ് മേലോട്ടും ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് കൊടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇത് പലർക്കും കൺഫ്യൂഷനാണ്, എന്തിനാണ് ഇത് വെക്കുന്നത്, എങ്ങനെയാണ് ഇത് ഡയറക്ഷൻ മാറ്റുന്നത്. നമ്മൾ ഡയറക്ഷൻ മാറ്റേണ്ട ആവശ്യമില്ല. ഈ റിങ്ങും ബ്രഷും തമ്മിലുള്ള കണക്ഷൻ പരസ്പരം മാറുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ ആർമേച്ചറിലൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ മാറിക്കോളും. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഭാഗങ്ങൾ നോക്കാം. ഇത്രയും ഭാഗം ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് മാഗ്നറ്റിന്റെ മോട്ടറിന്റെ ഭാഗം, ആദ്യത്തെ ഭാഗം ഫീൽഡ് മാഗ്നറ്റ്. ഫീൽഡ് കൊടുക്കുന്ന 2 മാഗ്നറ്റുകൾ ഉണ്ടാവും. മോട്ടർ പൊളിച്ചു നോക്കിയാൽ മോട്ടറിന്റെ 2 അറ്റത്ത് 2 ബ്ലാക്ക് മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഫീൽഡ് മാഗ്നറ്റ്. ഓക്കെ. ഇനി ഇതിന്റെ ഇടയിൽ കിടന്ന് കറങ്ങുന്ന ആള്, ഇതിലൊരു കോയില് നമ്മൾ ചിത്രത്തിൽ കാണിച്ചിട്ടില്ലേ, പ്രാക്ടിക്കലി ഒന്നിലധികം കോയിൽസ് ഉണ്ടാവും. ഒരുപാട് കോയിൽസ് ഉണ്ടെങ്കിലേ നമുക്ക് ആവശ്യമായിട്ടുള്ള റൊട്ടേഷൻസ് കിട്ടുള്ളൂ. നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഒരു കോയിൽ മാത്രം വെച്ച് കാണിച്ച്. ശരിക്കുള്ള മോട്ടറുകൾ പൊളിച്ചു നോക്കിയാൽ ഒന്നിലധികം കോയിൽസ് കാണാൻ പറ്റും. ഓക്കെ. ആ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന കോയിൽ ചുറ്റിയെടുത്ത സംവിധാനത്തിന് പറയുന്ന പേരാണ് ആർമേച്ചർ. ഒന്ന് റിവൈൻഡ് ചെയ്യുക, ആർമേച്ചർ. യെസ്. നമ്മുടെ DC മോട്ടോർ പൊളിച്ചു നോക്കിയാൽ ഇങ്ങനത്തെ ആർമേച്ചറാണ് കിട്ടുക. ഓക്കെ. നെക്സ്റ്റ്, ആർമേച്ചറിന്റെ കാര്യം പറഞ്ഞു. പിന്നെ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്ന ആളെന്നാണ് അർത്ഥം. അതായത് ഓരോ ഹാഫ് റൊട്ടേഷനിലും കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ആളാണ് സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ. ഇറ്റ് ഈസ് എ മെറ്റൽ റിംഗ്. ഒന്നുകിൽ മെറ്റൽ ആവാം, അല്ലെങ്കിൽ ഗ്രാഫൈറ്റിന്റെ ബ്രഷ് ആവാം. ഇത് രണ്ടും ആർമേച്ചറിന്റെ 2 എൻഡുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ആർമേച്ചർ കറങ്ങുന്നതിൽ ആരും കറങ്ങും? സ്പ്ലിറ്റ് റിങ്ങും കറങ്ങും, റിങ് കറങ്ങും. ബ്രഷ് കറങ്ങുമോ? ഇല്ലേ, ബ്രഷ് കറങ്ങില്ല. ബ്രഷ് അങ്ങനെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക. പക്ഷേ റിങ് കറങ്ങും. ഇത് കറങ്ങുന്ന നേരം ഓരോ ഹാഫ് റൊട്ടേഷനിലും കണക്ഷൻ മാറും. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഗ്രാഫൈറ്റ് ബ്രഷസ്. പിന്നെ സോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാറ്ററി ഉണ്ടാവും. ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ആദ്യം ഫസ്റ്റ് ഹാഫ് റൊട്ടേഷൻ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് ഹാഫ് റൊട്ടേഷനിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ കൈ വെച്ച് നോക്കുക. ബാറ്ററിൻ്റെ പോസിറ്റീവ് നിന്നാണ് കറണ്ട് വരിക. ബ്രഷ് 1-ലെത്തി, റിങ് 1-ലെത്തി, എ ടു ബി, ബി ടു സി, സി ടു ഡി കറണ്ട് പോകുന്നു. റിങ് 2-ലെത്തുന്നു, ബ്രഷ് 2-ലെത്തുന്നു, ബാറ്ററി നെഗറ്റീവിലെത്തുന്നു. ഇത് ടെക്സ്റ്റ് കാണിച്ച് ഈ ചിത്രം ഒന്ന് ടെക്സ്റ്റ് നോക്കിയാൽ മതി. ഇതിൽ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, എ ടു ബി ആണ്. അപ്പോൾ കൈ വെച്ച് നോക്കിയപ്പോൾ ഫോഴ്സ് അങ്ങോട്ടായിരുന്നു, നമ്മൾ ഫോഴ്സ് കണ്ടത് താഴോട്ടേക്കായിരുന്നു. ഇവിടെ ഫോഴ്സ് കണ്ടതോ മേലോട്ടേക്ക്. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകളാണ്. ബേസിക്കലി അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന നേരം നോക്കുക. ഫസ്റ്റ് ഹാഫ് റൊട്ടേഷനിൽ കറണ്ട് എ ടു ബി, ബി ടു സി, സി ടു ഡി. B1 R1 ആയിട്ടാണ് കണക്ട് ചെയ്തത്, B2 R2 ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. B1 R1, B2 R2 ആയിട്ടാണ് കണക്ട് ചെയ്തത്. കറണ്ട് B1 തുടങ്ങി R1-ലെത്തി, എ ടു ബി, ബി ടു സി, സി ടു ഡി. പിന്നെ റിങ് 2 ബ്രഷ് 2 എത്തി, ബാറ്ററി നെഗറ്റീവ് എത്തി. എ ബിയിൽ ഫോഴ്സ് ഡൗൺവേർഡ് ആണ്,
സി ഡിയിൽ ഫോഴ്സ് അപ്വേർഡാണ്, എ ബിയിൽ ഫോഴ്സ് താഴോട്ട്, സി ഡിയിൽ ഫോഴ്സ് മേലോട്ട്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി റിമൈനിങ് ഹാഫ്, അടുത്ത ഹാഫ് എത്തുന്ന നേരം സി ഡി എന്ന് പറഞ്ഞ ഭാഗം എടുത്ത് ഇപ്പുറത്തെത്തും. നേരത്തെ എ ബി ആയിരുന്നു ഇവിടെ, സി ഡി ഇപ്പുറത്തെത്തും, എ ബി ഇപ്പുറത്തെത്തും. കറണ്ട് ബാറ്ററി റിങ്ങിൻ്റെയും ബ്രഷിൻ്റെയും സംവിധാനം നോക്ക്. സി ഡി ആയിട്ട് കണക്ട് ചെയ്ത റിങ് 2 അല്ലേ, അപ്പോൾ റിങ് 2 ഇവിടെ എത്തി. എ ബി ആയിട്ട് കണക്ട് ചെയ്ത റിങ് 1 അല്ലേ, അത് ഇവിടെ എത്തി. ബ്രഷ് മാറിക്കോ, ബ്രഷ് മാറൂല. പക്ഷെ റിങ്ങും ബ്രഷും നമ്മളെ കണക്ഷൻ മാറിയില്ലേ. നമുക്ക് ബ്രഷ് 1 റിങ് 2 ആയിട്ടും ബ്രഷ് 2 റിങ് 1 ആയിട്ടാണ് കണക്റ്റഡ്. നേരത്തെ തന്നെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ കണക്ഷൻ പഠിച്ചു വെക്കുക. റിങ് 1 ബ്രഷ് 2 ആയിട്ടും റിങ് 2 ബ്രഷ് 1 ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കറണ്ട് ഡയറക്ഷൻ നോക്ക്. ബാറ്ററിൻ്റെ പോസിറ്റീവ് തുടങ്ങി ബ്രഷ് 1-ലെത്തി, റിങ് 2-ലെത്തി, ഡി ടു സി, സി ടു ബി, ബി ടു എ. നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ബാറ്ററി മാറ്റിയിട്ടില്ല. പക്ഷേ ആർമേച്ചറിലുള്ള കറണ്ട് ഡയറക്ഷൻ മാറിയില്ലേ? ഇല്ലാലോ സാർ, നേരത്തെ ഇങ്ങനെ തന്നെയല്ലേ. ഹലോ നോക്ക്, നേരത്തെ എ ടു ബി, ബി ടു സി, സി ടു ഡി ആയിരുന്നു. ഇപ്പൊ നോക്ക്, ഡി ടു സി, സി ടു ബി, ബി ടു എ. അതെങ്ങനെ മാറി? നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഈ റിങ്ങും ബ്രഷും തമ്മിലുള്ള സംവിധാനം മാറി. ഇത് പരസ്പരം ഹാഫ് റൊട്ടേഷനിൽ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആർമേച്ചറിലുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ മാത്രമേ ഫുൾ റൊട്ടേഷൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആർമേച്ചർ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകും. നമുക്ക് അങ്ങനത്തെ റൊട്ടേഷൻ ആണോ വേണ്ടത്? ഒരു ഫാൻ കറങ്ങുന്ന നേരം ഫാൻ ആദ്യം ഇങ്ങോട്ട് വന്ന് പിന്നെ ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന്, ഇങ്ങനെയാണോ കളിക്കേണ്ടത്? അല്ല, നമുക്ക് ഫുൾ റൊട്ടേഷൻസ് ആണ് വേണ്ടത്. ഇപ്പോൾ പരീക്ഷയ്ക്ക് അത് ചോദിക്കും, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻ എവറി ഹാഫ് റൊട്ടേഷൻ ഡയറക്ഷൻ ഓഫ് കറണ്ട് റിവേഴ്സസ്. ഇങ്ങനെ റിവേഴ്സ് ചെയ്താൽ മാത്രമേ ഫുൾ റൊട്ടേഷൻസ് സാധ്യമാവുള്ളൂ. അപ്പം റോൾ ഓഫ് സ്പ്ലിറ്ററിങ് എന്താണെന്ന് എക്സാമിന് ചോദിക്കും. ഇങ്ങനെ തന്നെ ചെയ്തേക്കാം. ആഫ്റ്റർ ഹാഫ് റൊട്ടേഷൻ എ ബി ആൻഡ് സി ഡി ഇന്റർചേഞ്ച്, പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യും. To ensure complete and continuous rotation, splittering changes its connection with the brushes. The special arrangement of brush and splittering changes direction of current through the coil in every half rotation. ഓരോ ഹാഫ് റൊട്ടേഷനിലും കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റുന്ന ആളാണ് സ്പ്ലിറ്ററിങ്. പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. അങ്ങനെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ടാണ് എ ബി എന്ന് പറഞ്ഞ ഭാഗത്ത് എപ്പോഴും ഈ നോർത്ത് പോളിൻ്റെ അടുത്ത് ഫോഴ്സ് എപ്പോഴും താഴോട്ടും സൗത്ത് പോളിൻ്റെ അടുത്ത് ഫോഴ്സ് എപ്പോഴും മേലോട്ടും കിട്ടുന്നത്. അതുകൊണ്ട് മാത്രമാണ് കംപ്ലീറ്റ് റൊട്ടേഷൻ സാധ്യമാവുന്നത്. അത് പോയിട്ട് അതേ വഴി തിരിച്ചും കൂടിയായിരുന്നു. ഓക്കെ, സ്പ്ലിറ്റിംഗ് ഞാൻ എടുത്തെടുത്ത് പറയുന്നു, സ്റ്റാർ ചെയ്ത് വെക്കാൻ പറയുന്നു. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഓരോ ഹാഫ് റൊട്ടേഷനിലും കറണ്ട് ഡയറക്ഷൻ മാറ്റുന്ന ആളാണ് സ്പ്ലിറ്ററിംഗ്. ഓക്കെ, സോ ഇത്രയും പഠിച്ചു വെക്കുക. ഇത്രയും ഭാഗങ്ങളാണ് ആർമേച്ചറായിട്ട് നിങ്ങൾ മോട്ടറുമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഒന്ന് റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ എനർജി ചേഞ്ച് എന്താ? നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി, കിട്ടുന്നത് മെക്കാനിക്കൽ എനർജി. പ്രിൻസിപ്പിൾ എന്താ? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സോ അതിന് പറയുന്ന പേരാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. ഭാഗങ്ങൾ ഏതൊക്കെയാ? ഫീൽഡ് മാഗ്നറ്റ്, എന്നാലോചിച്ചൊക്കെ, ഫീൽഡ് മാഗ്നറ്റ്, കറങ്ങുന്ന ഭാഗം ആർമേച്ചർ, ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രഷും റിങ്ങും, പിന്നെ ബാറ്ററി. ഇത്രയും സംവിധാനമാണ്. അതിൽ സ്പ്ലിറ്ററിങ്ങിൻ്റെ യൂസ് എന്താണെന്ന് ചോദിക്കും. ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ വീഡിയോ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കുക. ഓരോ ഭാഗത്തും ഓരോ ഹാഫ് റൊട്ടേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് ഹാഫിൽ കറണ്ട് എ ടു ബി, ബി ടു സി, സി ടു ഡി ആണ്. അടുത്ത ഹാഫിൽ കറണ്ട് നേരെ തിരിയുന്നുണ്ട്. ഇങ്ങനെ തിരിഞ്ഞാൽ മാത്രമേ ഫുൾ റൊട്ടേഷൻസ് കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ടെക്സ്റ്റിലുള്ള ഈ ചോദ്യം പലരും കൺഫ്യൂസ് ആവുന്ന ചോദ്യം, ഇത് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഒബ്സർവ് ദ ഡയഗ്രാം, ഐഡൻറ്റിഫൈ ദ ഡിവൈസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. അത് പൊട്ട ചോദ്യമായി പോയി. ഇതേതാ ഡിവൈസ്? ഡി സി മോട്ടോർ. ടു റൊട്ടേറ്റ് ദ ആർമേച്ചർ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിച്ച് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഷുഡ് ബി കണക്റ്റഡ് ടു ദ പോയിന്റ് എക്സ്? കുടുങ്ങി. അതായത് ആർമേച്ചർ ക്ലോക്ക് വൈസ് കറങ്ങണം. ക്ലോക്ക് വൈസ് കറങ്ങുക എന്ന് പറഞ്ഞാൽ എ ബി മുകളിലോട്ട് പോകണം, സി ഡി താഴോട്ട് വരണം, എന്നാലല്ലേ ഇത് ക്ലോക്ക് വൈസ് കറങ്ങുക. യെസ്, അതായത് എ ബിയിൽ ഫോഴ്സ് മുകളിലോട്ടായിരിക്കണം, സി ഡിയിൽ ഫോഴ്സ് താഴോട്ടായിരിക്കണം. കുടുങ്ങി. നേരത്തെ അങ്ങനെയല്ല പഠിച്ചത്. അപ്പോൾ എന്താ ചെയ്യുക? എ ബിയിൽ ഫോഴ്സ് മുകളിലോട്ടായിരിക്കണം, അത് മാത്രം ഓർത്ത് വെക്ക്, എന്നാലേ ക്ലോക്ക് വൈസ് കറങ്ങുള്ളൂ. അപ്പോൾ എ ബിയിൽ ഫോഴ്സ് മുകളിലോട്ടായിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് മാറില്ല. മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്ത് ടു സൗത്ത് ആണ്. അങ്ങനെ നിങ്ങൾ നോക്ക്, എ ബിയിൽ ഫോഴ്സ് മുകളിലോട്ടായിരിക്കണം, മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത് ആയിരിക്കണം. അപ്പോൾ കറണ്ട് അങ്ങോട്ടായിരിക്കും. കറണ്ട് സ്ക്രീനിൻ്റെ പുറത്തേക്ക്, അതായത് ബിന്ന് എയിലേക്ക് അയക്കണം. കറണ്ട് വരേണ്ടത് ബി ടു എ അയക്കണം അല്ലേ? ബി ടു എ അയക്കണം. ഇങ്ങനെ കറണ്ട് വരണമെങ്കിൽ ഞാൻ ഏത് എൻഡ് എവിടെ കണക്ട് ചെയ്യണം? ഈ എൻഡ് നെഗറ്റീവായിട്ടും അടുത്ത എൻഡ് പോസിറ്റീവായിട്ടല്ലേ കണക്ട് ചെയ്യേണ്ടത്? എന്നാലല്ലേ കറണ്ട് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് ഒഴുകി വരുള്ളൂ. യെസ്,
നമ്മൾ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, അതുകൊണ്ടാണ് കൺഫ്യൂസ് ആവുന്നത്. നിങ്ങൾ ബാറ്ററി തിരിച്ചു കൊടുത്താൽ നമ്മൾ പഠിച്ച കേസിൽ നമുക്ക് കൺഫ്യൂസ് ആവില്ല. നമ്മൾ പഠിച്ച കേസിൽ എ ബി താഴോട്ട് സി ഡി മുകളിലോട്ട് എന്നായിരുന്നു. അത് ബാറ്ററി ഇങ്ങനെ കൊടുത്തപ്പോഴാണ്. ബാറ്ററി തിരിച്ചു കൊടുക്കാമല്ലോ, എനിക്ക് ബാറ്ററി തിരിച്ചു കൊടുക്കാമല്ലോ. യെസ്, ബാറ്ററി തിരിച്ചു കൊടുത്താൽ ഫോഴ്സ് നേരെ തിരിയും. ഇവിടെ ഫോഴ്സ് മേലോട്ട്, ഇവിടെ ഫോഴ്സ് താഴോട്ട്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങാൻ തുടങ്ങും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാറ്ററി ഇങ്ങനെ കൊടുക്കുന്നത് നോക്കിയിട്ടനുസരിച്ചാണ് നമുക്ക് എങ്ങോട്ടാണ് കറങ്ങുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ബാറ്ററി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. ബാറ്ററി നേരെ ഓപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് കറങ്ങും. അപ്പോൾ ബാറ്ററി എങ്ങനെ കൊടുക്കണം എന്നാണ് ചോദ്യം. കുറച്ചൊന്ന് തല ഉണ്ടെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് DC മോട്ടോറായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെങ്കിൽ DC മോട്ടോർ പക്കയാണ്.